Welcome to a video explaining the questions and answers from the lesson The Little Round Red House. 8ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ The Little Round Red House എന്ന അധ്യായത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് വിശദീകരിക്കുന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. Question 1. What did the little boy always complain about? കഥയിലെ പ്രധാന കഥാപാത്രം ആ കൊച്ചുകുട്ടി എപ്പോഴും എന്തിനെക്കുറിച്ചായിരുന്നു പരാതി പറഞ്ഞിരുന്നത്? ആൻസർ: The little boy always complained that he was bored and bored. അവൻ വളരെയധികം ബോറടിച്ചുകൊണ്ടിരിക്കുന്നു, അവന് വല്ലാത്ത മുഷിപ്പ് തോന്നിക്കൊണ്ടിരിക്കുന്നു എന്നതായിരുന്നു അവൻ പരാതി പറഞ്ഞിരുന്ന വിഷയം. Question 2. What activities did the mother suggest to engage the little boy? കുട്ടിക്ക് ബോറടിക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളിൽ അവൻ ഏർപ്പെടണം എന്നായിരുന്നു അവൻ്റെ അമ്മ അവനോട് നിർദ്ദേശിച്ചത്? ആൻസർ: The mother suggested that he should draw pictures with his new crayons, read one of his library books, or play with his toys. അവൻ്റെ അമ്മ അവനോട് നിർദ്ദേശിച്ചത് അവനുള്ള പുതിയ ക്രയോൺ കളർ പെൻസിലുകൾ ഉപയോഗിച്ചുകൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുക, അല്ലെങ്കിൽ അവൻ്റെ ലൈബ്രറി പുസ്തകങ്ങളിൽ ഒന്നെടുത്ത് വായിക്കുക, അതുമല്ലെങ്കിൽ അവൻ്റെ ടോയ്സ് ഉപയോഗിച്ച് കളിയിൽ ഏർപ്പെടുക എന്നൊക്കെയായിരുന്നു അമ്മ നിർദ്ദേശിച്ചത്. Question 3. What did the boy's grandmother ask his mother to do to avoid boredom when she was a child? നമ്മുടെ കഥാപാത്രം കുട്ടിയുടെ അമ്മ ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവർക്കും വല്ലാത്ത ബോർഡം, മുഷിപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ആ മുഷിപ്പൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി അമ്മയുടെ അമ്മ, ഗ്രാൻഡ് മദർ, അവരോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്? ആൻസർ: When the boy's mother was a child, his grandmother sent her out to search for the strangest little house to avoid her boredom. കുട്ടിയുടെ അമ്മ ഒരു കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ അവരുടെ മുഷിപ്പൊഴിവാക്കുന്നതിന് വേണ്ടി ഗ്രാൻഡ് മദർ അമ്മയെ പുറത്തേക്ക് പറഞ്ഞയച്ചിരുന്നു, ഒരു വിചിത്രമായ ചെറിയ വീട് അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി. Question 4. What did the mother ask the little boy to search for? കുട്ടിയുടെ അമ്മ എന്ത് അന്വേഷിച്ച് കണ്ടെത്താനാണ് കുട്ടിയോട് പറഞ്ഞത്? Answer: The mother asked the little boy to search for a little round red house with no windows and doors, a chimney on top and a star in the middle. കുട്ടിയുടെ അമ്മ അവനോട് അന്വേഷിച്ച് കണ്ടെത്താൻ ആവശ്യപ്പെട്ടത് വൃത്താകൃതിയിലുള്ള ചുവന്ന നിറത്തിലുള്ള ഒരു കൊച്ചു വീട് കണ്ടെത്താനാണ്. ആ വീടിന് ജനലുകളും വാതിലുകളുമില്ല. അതിൻ്റെ മുകളിൽ ഒരു ചിമ്നിയുണ്ട്, അതിൻ്റെ അകത്തളത്തിൽ ഒരു നക്ഷത്രവുമുണ്ട്. അത്തരത്തിലുള്ള ഒരു വീട് കണ്ടെത്താനാണ് ആവശ്യപ്പെട്ടത്. Question 5. How was the boy dressed? എങ്ങനെയായിരുന്നു കുട്ടി വേഷം ധരിച്ചിരുന്നത്? ആൻസർ: The boy was dressed in his raincoat. കുട്ടി അവൻ്റെ റെയിൻകോട്ട് എടുത്ത് അണിഞ്ഞു. He also put on his hat, scarf, mittens and boots. അതോടൊപ്പം തന്നെ ഒരു തൊപ്പിയും സ്കാർഫും തൻ്റെ കയ്യുറകളും ബൂട്ട്സും എല്ലാം ധരിച്ചിട്ടുണ്ടായിരുന്നു. Question 6. What were the features of the first red house that the boy found? വീടുകൾ അന്വേഷിച്ച് നടന്ന് കുട്ടി ആദ്യം ഒരു ചുവന്ന നിറത്തിലുള്ള വീട് കണ്ടെത്തി. എന്തായിരുന്നു ആ വീടിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ പ്രത്യേകതകൾ? ആൻസർ: The first red house that the boy found was square, not round. അവൻ ആദ്യം കണ്ടെത്തിയ ആ റെഡ് ഹൗസ് സ്ക്വയർ ആകൃതിയിലുള്ളതായിരുന്നു, റൗണ്ട് ആയിരുന്നില്ല. It had not only a chimney but also had lots of windows and a door. ആ വീടിന് ഒരു ചിമ്നി മാത്രമല്ല, ധാരാളം ജനലുകളും ഒരു വാതിലും ഉണ്ടായിരുന്നു. The windows had curtains too on the inside. ആ ജനലുകൾക്ക് അകത്ത് നിന്നുള്ള കേർട്ടനുകളും ഉണ്ടായിരുന്നു.
ഇതൊക്കെയായിരുന്നു അവൻ ആദ്യം കണ്ട റെഡ് ഹൗസിന്റെ പ്രത്യേകതകൾ. Question 7. Why did the mail carrier ask the boy, "Are you lost?" എന്തുകൊണ്ടാണ് മെയിൽ കാരിയർ കുട്ടിയോട് നിനക്ക് വഴി പിഴച്ചുവോ എന്ന് ചോദിച്ചത്? ആൻസർ. The mail carrier saw the boy standing on the sidewalk feeling puzzled. ആ മെയിൽ കാരിയർ കുട്ടി വഴിയോരത്ത് ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നത് കണ്ടു. വല്ലാതെ പസിൽഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കണ്ടത്. സോ ഹി ആസ്ക്ഡ് ദ ബോയ് ഇഫ് ഹി വാസ് ലോസ്റ്റ്. അതുകൊണ്ടാണ് മെയിൽ കാരിയർ കുട്ടിയോട് അവന്റെ വഴി പിഴച്ചുവോ എന്ന് ചോദിച്ചത്. Question 8. Could the mail carrier help the boy? Why? ആ മെയിൽ കാരിയർക്ക് കുട്ടിയെ സഹായിക്കുവാൻ സാധിച്ചുവോ? എന്തുകൊണ്ട് സാധിച്ചില്ല? ആൻസർ. No, the mail carrier could not help the boy. ഇല്ല, ആ മെയിൽ കാരിയർക്ക് കുട്ടിയെ സഹായിക്കാൻ കഴിഞ്ഞില്ല. He had never seen such a house as the boy described. അതിനുള്ള കാരണം ആ കുട്ടി വിശദീകരിച്ചതുപോലുള്ള ഒരു വീട് അദ്ദേഹം ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. Question 9. What did the police officer tell the boy about the house? പോലീസ് ഓഫീസർ ആ വീടിനെ കുറിച്ച് കുട്ടിയോട് എന്താണ് പറഞ്ഞത്? ആൻസർ. The police officer told the boy that she had been past every house in that town and she had never seen a house like that before. പോലീസ് ഓഫീസർ കുട്ടിയോട് പറഞ്ഞത് അവർ ആ ടൗണിൽ എല്ലാ വീടുകളും കടന്നു പോകുന്ന, എല്ലാ വീടുകളും നല്ല പരിചയമുള്ള ഒരു ഓഫീസറാണ് എന്നാണ്. എന്നാൽ ഷി ഹാഡ് നെവർ സീൻ എ ഹൗസ് ലൈക്ക് ദാറ്റ് ബിഫോർ. ഈ കുട്ടി അന്വേഷിക്കുന്ന തരത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ കുട്ടി വിശദീകരിച്ചതുപോലുള്ള ഒരു വീട് അവർ ഒരിക്കലും മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. Question 10. Why did the little boy feel discouraged? എന്തുകൊണ്ടാണ് കുട്ടിക്ക് നിരാശ തോന്നിയത്, അവൻ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ആയത്? ആൻസർ. The little boy felt discouraged because, however hard he looked, he could not find the house he was looking for. കുട്ടി നിരാശനാവാൻ കാരണം എത്ര കഠിനമായിട്ട് പരിശ്രമിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയിട്ടും അവൻ അന്വേഷിക്കുന്ന വീട് അവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവൻ നിരാശനായത്. Question 11. Who is Mr. Fetzer? Answer. Mr. Fetzer was a farmer who lived in the Bridgewater longer than anyone. ബ്രിഡ്ജ്വാട്ടർ എന്നുള്ള ആ പ്രദേശത്ത് മറ്റാരെക്കാളും കൂടുതൽ കാലം താമസിച്ച ഒരു കർഷകനായിരുന്നു മിസ്റ്റർ ഫെറ്റ്സർ. ഹിസ് ഫാം വാസ് ദി ഓൺലി വൺ റിമൈനിങ് ഇൻ ദ നെയ്ബർഹുഡ്. ആ ചുറ്റുവട്ടത്ത് ഇപ്പോൾ അവശേഷിക്കുന്ന ഏക കൃഷിഭൂമി അദ്ദേഹത്തിൻ്റെതായിരുന്നു. Question 12. Why did the little boy go to Mr. Fetzer's barn? എന്തുകൊണ്ടാണ് ആ കുട്ടി മിസ്റ്റർ ഫെറ്റ്സറുടെ ബാൺ, അദ്ദേഹത്തിൻ്റെ ആ ധാന്യപുരയിലേക്ക് പോയത്? ആൻസർ. The boy reasoned that if anyone knew about the house he was looking for, Mr. Fetzer should know. കുട്ടി ഊഹിച്ചു, ഈ പ്രദേശത്ത് ആർക്കെങ്കിലും അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വീടിനെക്കുറിച്ച് അറിയുമെങ്കിൽ അത് മിസ്റ്റർ ഫെറ്റ്സർക്കായിരിക്കുമെന്ന് അവൻ ഊഹിച്ചു. സോ ദ ബോയ് വെന്റ് ടു മിസ്റ്റർ ഫെറ്റ്സേഴ്സ് ബാൺ ടു ആസ്ക് ഹിം അബൌട്ട് ദ ഹൗസ്. അതുകൊണ്ടാണ് കുട്ടി മിസ്റ്റർ ഫെറ്റ്സറെ കാണാൻ അദ്ദേഹത്തിൻ്റെ ബാണിലേക്ക് പോയത്, ആ വീടിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി. Question 13. What help did the little boy ask from Mr. Fetzer? മിസ്റ്റർ ഫെറ്റ്സറിൽ നിന്നും കുട്ടി ആവശ്യപ്പെട്ട സഹായം എന്തായിരുന്നു? ആൻസർ. The little boy asked Mr. Fetzer to help him find out a little round red house
with no windows and doors, a chimney at the top and a star in the middle. ആ കുട്ടി ഫെഡ്ജറോട് സഹായം അഭ്യർത്ഥിച്ചത് അവൻ അന്വേഷിക്കുന്ന ഒരു കൊച്ചു വീട് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു. ആ കൊച്ചു വീട് വൃത്താകൃതിയിൽ ചുവന്ന നിറത്തിലുള്ളതായിരുന്നു. ജനലുകളും വാതിലുകളും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ചിമ്നിയുണ്ട്. അതിൻ്റെ അകത്ത് ഒരു നക്ഷത്രവുമുണ്ട്. അത്തരത്തിലുള്ള ഒരു വീട് കണ്ടെത്താനുള്ള സഹായമാണ് കുട്ടി മിസ്റ്റർ ഫെഡ്ജറോട് ആവശ്യപ്പെട്ടത്. Question 14. What advice did Mr. Fetzer give to the little boy? കുട്ടിക്ക് എന്ത് ഉപദേശമാണ് മിസ്റ്റർ ഫെഡ്സർ നൽകിയത്? Answer. Mr. Fetzer advised the boy to run to the orchard upon a little hill and take a look around to find what he was looking for. മിസ്റ്റർ ഫെഡ്സർ കുട്ടിയോട് ഉപദേശിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു ഓർച്ചേർഡ്, ഫലങ്ങൾ വിളയുന്ന ഒരു ഗാർഡനിലേക്ക് പോകാനാണ്. ഒരു കൊച്ചു കുന്നിൻ മുകളിലുള്ള ആ ഗാർഡനിലേക്ക് ഓടിപ്പോയിട്ട് അവിടെ ചെന്ന് ചുറ്റുപാടും വീക്ഷിക്കാൻ ഉപദേശിച്ചു. അങ്ങനെ നോക്കുമ്പോൾ അവൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം അവനക്ക് അവിടെ കണ്ടെത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. Question 15. Where did the little boy find the little round red house with a star in it? വൃത്താകൃതിയിലുള്ള ചുവന്ന നിറത്തിലുള്ള ഒരു സ്റ്റാർ അകത്തുള്ള ആ കൊച്ചു വീട് എവിടെയാണ് കുട്ടി കണ്ടെത്തിയത്? Answer. When the boy was standing under an apple tree, a red apple fell down at his feet. കുട്ടി ഒരു ആപ്പിൾ മരത്തിന് ചുവട്ടിൽ നിൽക്കുമ്പോൾ ഒരു ചുവന്ന ആപ്പിൾ അവന്റെ കാൽ ചുവട്ടിലേക്ക് വീണു. Picking it up, he took a closer look at its shiny round red surface. ആ ആപ്പിൾ പെറുക്കിയെടുത്ത് അതിൻ്റെ തിളക്കമാർന്ന വൃത്താകൃതിയിലുള്ള ചുവന്ന സർഫസ്, അതിൻ്റെ പുറം ഭാഗത്ത് അവൻ ശ്രദ്ധാപൂർവം അടുത്ത് പിടിച്ച് അതിലേക്ക് ഇങ്ങനെ നോക്കി. Then he found the little round red house he was searching for in the form of the apple. അപ്പോൾ അവൻ അന്വേഷിച്ചു കൊണ്ടിരുന്ന ചുവന്ന നിറത്തിലുള്ള വൃത്താകൃതിയിലുള്ള ആ കൊച്ചു വീട് ഒരു ആപ്പിളിൻ്റെ രൂപത്തിൽ അവന് കണ്ടെത്താൻ കഴിഞ്ഞു. ആ ആപ്പിളിലാണ് അവൻ അന്വേഷിച്ചു കൊണ്ടിരുന്ന വീട് കണ്ടെത്തിയത് എന്നർത്ഥം. Question 16. Why did the boy's mother cut the apple into half right through its middle? എന്തുകൊണ്ടാണ് കുട്ടിയുടെ അമ്മ ആപ്പിൾ അതിൻ്റെ മധ്യത്തിലൂടെ രണ്ടായിട്ട് മുറിച്ചത്? Answer. The boy's mother cut the apple into half to show the boy the star inside it. ആപ്പിൾ രണ്ടായിട്ട് അമ്മ മുറിച്ചതിൻ്റെ കാരണം കുട്ടിക്ക് അതിനകത്തുള്ള സ്റ്റാർ, ആ നക്ഷത്രത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു. Question 17. What did the little boy see inside the apple? ആപ്പിളിനകത്ത് എന്താണ് ആ കുട്ടി കണ്ടത്? Answer. The boy saw inside the apple a star holding 5 brown seeds. ആപ്പിളിനകത്ത് ബ്രൗൺ നിറത്തിലുള്ള 5 വിത്തുകളോട് കൂടിയ ഒരു നക്ഷത്രത്തെ കുട്ടി കണ്ടു. ഇത്രയുമാണ് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ദെയർ ആൻസേഴ്സ്. ഈ ചോദ്യോത്തരങ്ങൾ വിശദീകരിച്ചത് വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് എജു സ്പോട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.